മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് നവ്യ നായർ. ഇഷ്ടമെന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ നായികയായി മാറിയതാണ് നവ്യ നായർ. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിലും സജീവമായിരുന്നു താരം. വിവാഹത്തോടെയായിരുന്നു നവ്യ അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തത്. ഇടയ്ക്ക് ചില ഡാൻസ് പരിപാടികളിൽ അതിഥിയായി എത്തിയതിനു ശേഷമായിരുന്നു സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോഴിതാ നവ്യ നായരുടെ വാക്കുകളാണ് വാർത്തയാകുന്നത്. അടുത്തിടെയായി കേരളത്തിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും കൂടി വരുന്നതായാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാവുന്നത്. അതിൽ ഭൂരിഭാഗം കേസുകളിലും ഇരയാകുന്നതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും യുവതലമുറയാണ്. കേരളത്തിൽ വിദ്യാർത്ഥികളും യുവതലമുറയും ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അക്രമ സംഭവങ്ങൾ പെരുകാൻ ഒരു കാരണമായി എടുത്തു പറയുന്നത് സിനിമകളിൽ വർദ്ധിച്ചു വരുന്ന വയലൻസും ലഹരി ഉപയോഗവുമാണ്. സിനിമയിലെ ഇത്തരം സീനുകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന പക്ഷക്കാരിയാണ് നടി നവ്യ നായരും. കേരളത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട അക്രമങ്ങൾ പെരുകിയ സാഹചര്യത്തിൽ നവ്യയുടെ പഴയ പ്രസംഗം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. നവ്യ അന്ന് ഭയന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ നിരന്തരം സംഭവിക്കുന്നുവെന്നാണ് വീഡിയോയ്ക്ക് വന്ന പ്രേക്ഷകരുടെ പ്രതികരണം. നവ്യ നായരുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളിലൂടെ തുടർന്ന് വായിക്കാം. ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമാ മേഖല. ചെങ്കോൽ തുടങ്ങിയ സിനിമകളിൽ ഗത്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും. ശേഷം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ നായക കഥാപാത്രം വിതുമ്പി കരയുന്നിടത്തു നിന്നാണ് ഹീറോയിസം. ഒരു കുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി, ഇതായിരുന്നു നമ്മുടെ സിനിമയിലെ മാക്സിമം. പക്ഷേ ഇന്ന് തോക്കുകൊണ്ട് ഒരു 50 വെടിയൊക്കെയാണ് വെക്കുന്നത്. ചത്ത ആളിനെ പിന്നെയും വെടിവെക്കും, ഇടിച്ചയാളിനെ പിന്നെയും ഇടിക്കും. പറയുമ്പോൾ തമാശയായി പറയുന്നുവെങ്കിലും ഇത് കണ്ട് നമ്മുടെ ഉള്ളിൽ തീവ്രമായ ഒരു വികാരമുണ്ടാകും. കുട്ടികളെ മെന്റലി വളരെ അധികം എഫക്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല. എനിക്കിപ്പോഴും തമാശ സിനിമകൾ കാണാനാണ് ഇഷ്ടം. ഇപ്പോൾ സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, കൊലപാതകങ്ങളും അസഭ്യമായിട്ടുള്ള ഭാഷകളുടെ ഉപയോഗവും. അതുപോലെ തന്നെ ഞാൻ അതിശയത്തോടെ കണ്ടിട്ടുള്ള കാഴ്ചയാണ് എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റിയുള്ള ഒരു ഡയലോഗ് വന്നാൽ വലിയൊരു കയ്യടി ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. പണ്ട് കഞ്ചാവടിക്കുന്ന ഒരാളെ പുച്ഛത്തോടെ നോക്കിയിരുന്ന നമ്മൾ നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കയ്യടിയായി മാറി. അതിലേക്ക് നമ്മൾ മെല്ലെ എത്തിപ്പെട്ടതാണ്, വളരെ പെട്ടെന്ന് ഉണ്ടായതല്ല. വെട്ടിലും കുത്തിലും കഞ്ചാവിലും മയക്കുമരുന്നിലും അടിമപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മളെ തന്നെയാണ്. ചിലപ്പോൾ ആവേശത്തിൽ ബഹളത്തിൽ കുട്ടികൾ പെട്ടുപോകുന്നതാകും. പക്ഷേ അങ്ങനെ പെടാതിരിക്കുക. കുട്ടികൾ അക്കാഡമിക്സിൽ വലിയ ഉയരങ്ങളിൽ എത്തിയില്ലെങ്കിലും മക്കളെ എന്നും ജീവനോടെ കാണണമെന്ന ആഗ്രഹം മാതാപിതാക്കളായ ഞങ്ങൾക്കുണ്ടാകും. നല്ല മനുഷ്യരായി കുട്ടികൾ കലാലയത്തിൽ നിന്നും പുറത്തേക്ക് വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇനിയുള്ള കേരളവും ലോകവും പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലാണ്. റോബോട്ടിക് ആവാതെ യുക്തി ഉപയോഗിക്കുന്ന തലമുറയായി വളരണമെന്നാണ് നവ്യ നായർ പറഞ്ഞത്. നവ്യ എന്ന് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി ഇന്നാണ് മനസ്സിലാകുന്നതെന്നും കമൻറ്റുകളുണ്ട്.